സർ, നമുക്കറിയാം ഈ പലപ്പോഴും ഈ സെക്ഷൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പ്രൈവറ്റ് പാർട്ട് എന്തെങ്കിലും രോഗങ്ങൾ വന്നാൽ ആളുകൾക്ക് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാൻ ഒരു മടിയാണ്. ഈ യങ് ആയിട്ടുള്ള പുരുഷന്മാരിൽ അവരുടെ ലിംഗം അല്ലെങ്കിൽ പീനസിന്റെ മേളിൽ ചെറിയൊരു വീക്കം പോലെ ബെലനൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖം കേട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റിസ് കാരണമാണോ വരുന്നത്? ആൻഡ് ഇത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് മാനേജ് ചെയ്യുക? യൂഷ്വലി ചെറുപ്പക്കാർ നമ്മളിൽ വരുമ്പോൾ ഒരു 20-25 ഇയേഴ്സിലൊക്കെ സർക്കംസൈസ്ഡ് അല്ലാത്ത ആൾക്കാർ, അതായത് ചേലകർമ്മം ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് സ്കിൻ ഇൻഫെക്ഷൻ വരുമ്പോൾ ആദ്യത്തെ ചോദ്യം നമ്മൾ ഡയബറ്റീസ് ഉണ്ടാകുമെന്ന് ചോദിക്കാം. 99% ആൾക്കാരും പറയും ഒരു കുഴപ്പമില്ല. നമ്മൾ നോക്കുമ്പോൾ ഷുഗർ വളരെ കൂടുതലായിരിക്കും. അപ്പം ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഇമ്മീഡിയറ്റ്ലി ഫിസിഷ്യൻ്റെ അടുത്ത് കൺസൾട്ടേഷൻ വിടുക, മെഡിസിൻസ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ലോക്കൽ ട്രീറ്റ്മെൻറ്റ് ആൻറ്റിബയോട്ടിക്കും ക്രീമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ റിസോൾവ് ആവും. ഷുഗർ കൺട്രോൾ ആയി കഴിഞ്ഞാൽ റിസോൾവ് ആവും. അതിലെന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിംഗത്തിൻ്റെ തൊലി ഒട്ടിപ്പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ ഫോളോ അപ്പിൽ വീണ്ടും വീണ്ടും വരികയാണ് എങ്കിൽ ഇത് നമ്മുടെ കിഡ്നി ഡാമേജ് വരെ എത്തിക്കും. അതാണ് അറിയേണ്ടത്. കാരണം എന്താ വെച്ചാൽ പ്രമേഹ രോഗികൾക്ക് ലിംഗത്തിന് അറ്റത്തിൽ ഇൻഫെക്ഷൻ വരിക, മൂത്രക്കാളിൽ പോയിട്ട് യൂറിത്രൈറ്റിസ് വരിക, മൂത്രസഞ്ചി ദെൻ കിഡ്നിയിലേക്കൊക്കെ വരിക. അപ്പം എന്തെങ്കിലും ഒരു ഫോൾട്ട്, കിഡ്നി ഒബ്സ്ട്രക്റ്റഡ് കിഡ്നി, അത് ചെറിയ കല്ലോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ കയറിയ പിന്നെ പോകത്തില്ല. അത് കണ്ടിന്യൂസ് ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് റെക്കറിന് ഇൻഫെക്ഷൻ. ഞങ്ങൾക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, ചെറിയ കുട്ടി, ഇങ്ങനെ റിഫ്ലക്സ് ഉള്ള കുട്ടി. ഇത് ഈ ഒരു കാരണം കൊണ്ട് മാത്രം ഞങ്ങൾക്ക് വൃക്ക മാറ്റി വെക്കേണ്ടി വന്നു. കാരണം ആ ഇൻഫെക്ഷൻ അത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ പേഷ്യൻസിന് വീണ്ടും വീണ്ടും വരികയാണെങ്കിൽ ആ തൊലി നീക്കം ചെയ്താൽ മതി. തൊലി നീക്കം ചെയ്യുന്നത് സാധാരണ റെഗുലർ സർക്കംസിഷൻ ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരുപാട് ഫാസ്റ്റ് മൂവിങ് വേൾഡ് ആണ്. വളരെ ഒന്നിനും സമയമില്ല. അങ്ങനത്തെ യങ്സ്റ്റേഴ്സ് ആണ് എക്സാം ഉണ്ടെന്ന് പറയും, ജോലിക്ക് പോകണം, ഇന്റർവ്യൂവിന് അമേരിക്കയിൽ പോകണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് വരിക, നാളെ പോകണം. അങ്ങനത്തെ പേഷ്യൻസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഷുഗർ കൺട്രോൾഡ് ആക്കിയിട്ട് ആ സ്റ്റേപ്ലർ സർക്കംസിഷൻ ചെയ്ത് കൊടുത്താൽ മതി. ആകെ 30 സെക്കൻഡ് എടുക്കത്തുള്ളൂ. തൊലി പോകും, ഒരു സിലിക്കോൺ റിങ് വരും, ഒരു 2 വീക്സ് കഴിഞ്ഞ് ഇറങ്ങി പോകും. അപ്പോൾ നോർമലായിട്ട് അവർക്ക് ലൈഫ് ലീഡ് ചെയ്യാം. പിന്നെ ചില പേഷ്യൻസിന് കാണാം ആഫ്റ്റർ മാരേജ് കഴിഞ്ഞ് പുതിയ കപ്പിൾസ് ആയിരിക്കും മാരേജ്, അപ്പോഴാണ് ഈ ഡയബറ്റിക് കണ്ടുപിടിക്കാൻ ഇൻഫെക്ഷൻ പോലെ തൊലി വന്ന് പോയി എല്ലാം ബ്ലോക്കായി വരുന്ന അങ്ങനത്തെ കേസസൊക്കെ പെട്ടെന്ന് സർക്കംസിഷൻ ചെയ്യണം. അതിൽ മെഡിക്കേഷൻസ് കൊണ്ട് ട്രൈ ചെയ്യരുത്, അത് ഒട്ടിപ്പോകുന്നതുകൊണ്ട്. അപ്പം ഈസിലി ട്രീറ്റബിൾ കോസാണ്. അതൊരു മടി കാരണം കൊണ്ട് പറയാത്തതുകൊണ്ട് ഒത്തിരി വളരെ ഇൻഫെക്ഷൻ ആയിട്ട് വരുന്ന കാര്യമുണ്ട്. കാരണം ഒരുപാട് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ തൊലിക്കുന്ന അതിനൊരു പിനാൽ ക്യാൻസറിലേക്ക് നയിക്കാം അത്. ഓക്കെ, സോ സിമ്പിൾ തിങ് ആണ്. അറ്റ് ദ ഏർലിയസ്റ്റ് നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. മെഡിസിൻ കൊണ്ടോ ലോക്കൽ ഹൈജീൻ കൊണ്ടോ അത് റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ ഒരു സ്റ്റേപ്ലർ സർക്കംസിഷൻ ആകെ 30 സെക്കൻഡേ എടുക്കത്തുള്ളൂ. സ്റ്റേപ്ലർ സെക്കൻഡ് 30 സെക്കൻഡ്സ്. ഓക്കെ ഡോക്ടർ.